ജില്ലയിൽ മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലകളിലെ സ്കൂളുകളിൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് നടത്തിയ ക്വിസ് മത്സരത്തിൽ ചരിത്ര നിഷേധം പ്രതിഫലിക്കുന്ന ഒരു ചോദ്യാവലിയാണ് തയ്യാറാക്കിയത്. ക്വിസ് മത്സരത്തിൽ തികഞ്ഞ ഹിന്ദുത്വവാദിയായ വി.ഡി. സവർക്കറെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് രക്ഷപ്പെട്ട ആളാണ് വി.ഡി. സവർക്കർ. അപ്പോൾ ശരി ഉത്തരമായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് വി.ഡി. സവർക്കർ എന്നാണ്. ഇതൊരു തലമുറയെ തന്നെ വഴിതെറ്റിക്കുന്നതാണ്. അത് ഈ നവഫാസിസ്റ്റ് ശക്തികളുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞതുപോലെ വിഷലിപ്തമായ ആശയങ്ങൾ, അത്യന്തം അപകടകരമായ തീവ്ര ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ആശയങ്ങൾ പ്രത്യേകിച്ച് അക്കാഡമിക് സമൂഹവുമായി ബന്ധപ്പെട്ടെങ്കിൽ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വിവിധ മേഖലകളിൽ എന്നതുപോലെ തന്നെ സംഘപരിവാർ അതിൻ്റെ അജണ്ട പ്രയോഗവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ വിവിധ കാലയളവിലെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ ഭരണ സംവിധാനമായിട്ടുള്ള BJP ഇന്ത്യയിൽ അധികാരത്തിരിക്കുമ്പോഴാണ്, വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് UP, രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സിലബസുകളിൽ വളരെ അപകടകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ PMCയുടെ പേരിൽ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ സിലബസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ തന്നെ വഞ്ചിക്കുകയാണ്. അതാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് മുഗൾ കാലഘട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതില്ലാന്ന് തീരുമാനിച്ചു. PMC പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് പാഠ്യഭാഗങ്ങൾ ഉൾപ്പെടുത്തണം തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിപദം അലങ്കരിക്കുന്ന ഒരു മാന്യദേഹമാണ് മുൻകാലത്ത് PMC പദ്ധതിയുടെ വിവാദം ഉയർന്നു വന്നപ്പോൾ മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും പാഠപുസ്തകങ്ങളിൽ നിറക്കിവിട്ടവരെ തിരിച്ചു കൊണ്ടുവരും, PMC പദ്ധതി അറബിക്കടലിൽ എന്നാണ് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇന്ന് UDF ഗവൺമെൻറ്റാണ് അധികാരത്തിൽ. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മോഡിക്ക് പഠിക്കുകയാണ്. എല്ലാ രംഗത്തും സംഘപരിവാറിന് കീഴ്പ്പെട്ടുകൊണ്ട് അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരകരായി, സംഘാടകരായി, പ്രേരകരായി ഇന്ന് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണുള്ളത്. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇതുപോലെയുള്ള ചെറിയ അപകടങ്ങൾ വരുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള ഒരു ശ്രമവും കേരളത്തിലെ ഇന്നത്തെ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മരുഭൂമിയിൽ നിന്ന് ദാഹജലം പ്രതീക്ഷിക്കുന്നതിന് സമാനമാണ്. ഇത് കാസർഗോഡ് ജില്ലയാണ്. കേരളം നമുക്കറിയാം രാഷ്ട്രീയ പ്രബുദ്ധമാണ്, മതേതര പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സംസ്ഥാനമാണ്. അതിൽ വിശേഷിച്ചും കാസർഗോഡ് ജില്ലയാണെങ്കിൽ ഭാഷാ വൈവിധ്യങ്ങളുടെ നാടാണ്, സപ്തഭാഷകളുടെ സംഗമഭൂമിയാണ്. അപ്പോൾ വ്യത്യസ്ത സംസ്കാരം, വ്യത്യസ്ത ഭാഷ, ആ രീതിയിലെല്ലാം അവരെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഹൃദയവിശാലതയുള്ള ജനങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ, ഒരു ജില്ലയിലെ മതനിരപേക്ഷതാവാദികളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്കാണ് ഇത്തരം വർഗീയതയുടെ വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ സ്കൂൾ പാഠപുസ്തകത്തിലാണ് ഈ തെറ്റ് വന്നത്. അതിന് ചില അധ്യാപകർ ഇപ്പോൾ മനസ്സിലാക്കിയിടത്തോളം ഈ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ ചുമതലയുള്ള അധ്യാപകരാണ് ചോദ്യാവലി തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. അതങ്ങനെ ഏതെങ്കിലും ഒരു കൈത്തെറ്റ് കൊണ്ട് സംഭവിക്കുന്നതല്ല, വളരെ ആസൂത്രിതമായ നീക്കമാണിത്. ഇത് നമ്മുടെ മതേതരത്വത്തെ വെല്ലുവിളിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾ സ്വാതന്ത്ര്യ സമര ചരിത്രം അതിൻ്റെ ശരിയായ രീതിയിൽ പഠിക്കുന്നതിന് പകരം ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ടുള്ള പാഠ്യഭാഗങ്ങൾ പഠിക്കാൻ നിർബന്ധരാകുകയാണ്. സവർക്കറുടെ സ്വാതന്ത്ര്യ സമര പങ്കാളിത്തം മാത്രമല്ല ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. RSS തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ എത്രത്തോളം പങ്കെടുത്തിരുന്നത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. സ്വാതന്ത്ര്യ സമരം രാജ്യത്തെ എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന സങ്കല്പവും അതുപോലെ തന്നെ ബഹുസ്വരതയുമാണ് അതിൻ്റെ ആധാരശിലകൾ. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ഈ RSSോ സംഘപരിവാറോ
ഒരിടപെടലും അതിൻ്റെ പോരാട്ട വീതിയിൽ അവരെയൊന്നും നമ്മൾ കണ്ടില്ല. ഉദാഹരണത്തിന് ഒരു ഘട്ടത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാറുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നു വരികയുണ്ടായി. ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങളായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. അതായത് അദ്ദേഹത്തിനൊരു ഹിന്ദുരാഷ്ട്ര അജണ്ടയുണ്ട്. ആ ഹിന്ദുരാഷ്ട്ര അജണ്ടയെ പിന്തുണക്കാൻ സാധ്യതയുള്ളവരെ ജയിലിൽ നിന്ന് നേരിട്ട് കാണുന്നതിനുള്ള വഴിയൊരുക്കലായിരുന്നു ഹെഡ്ഗേവാറിൻ്റെ ജയിൽ പ്രവേശം. അതേസമയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ഒരാളോട് പോലും ആഹ്വാനം ചെയ്യാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു വരി പോലും ഹെഡ്ഗേവാറിൻ്റേതായോ RSSൻ്റേതായോ ഇല്ല എന്നുള്ളതാണ് ചരിത്ര സത്യം. അതുപോലെ MS ഗോൾവാൾക്കർ, RSSൻ്റെ 2ാം സർസംഘചാലക്കാണ് അദ്ദേഹം. MS ഗോൾവാൾക്കറിൻ്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമായ കാര്യം, ശ്രീ ഗുരുജി സമഗ്ര ദർശൻ എന്ന കൃതിയിൽ നിന്ന് കാര്യങ്ങൾ പരിശോധിച്ചാൽ നാൾക്കുനാൾ രാജ്യത്തുയർന്നു വരുന്ന സാഹചര്യം മനസ്സിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. 42 ഇത്തരത്തിലുള്ളൊരു അശാന്തി ഉണ്ടായി. എന്നിട്ട് അങ്ങനെ അതിൻ്റെ ചരിത്രം പരാമർശിച്ചു പോയി ഈ ഘട്ടത്തിൽ പറയുകയാണ്, ഹെഡ്ഗേവാറിനെ കാണാൻ ഒരു കൂട്ടം ആളുകൾ പോവുകയാണ് ആ ഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ആ സംഘത്തിൽ നിന്നൊരാൾ ഹെഡ്ഗേവാറിനോട് ചോദിച്ചു, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഹെഡ്ഗേവാറിനോട്. അപ്പോൾ ഡോക്ടർജിയോട് പറഞ്ഞപ്പോൾ ഡോക്ടർജി ആദ്യം പറഞ്ഞു, തീർച്ചയായും പോകൂ. എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്, പക്ഷേ നിൻ്റെ കുടുംബത്തെ ആര് സംരക്ഷിക്കുമെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ആ വ്യക്തി അപ്പം മറുപടിയായിട്ട് പറഞ്ഞു, 2 വർഷത്തെ കുടുംബ ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ വിഭവ സ്രോതസ്സുകൾ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ആവശ്യം വരുമ്പം പിഴയൊടുക്കാനുള്ളതും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർജി പറഞ്ഞെന്താണെന്ന് പറയും മറുപടി, 2 വർഷത്തേക്കുള്ള മുഴുവൻ വിഭവവും സമാഹരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 വർഷത്തേക്ക് സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ്. അയാൾ വീട്ടിലേക്ക് മടങ്ങിയ അയാൾ ജയിലിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും RSSൻ്റെ നേതാക്കളുടെ പ്രതികരണങ്ങളും ഇടപെടലുകളുമെല്ലാം ഒരു ഘട്ടത്തിലും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനോ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സമരസജ്ജരാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്.